നവംബർ 28 വിശുദ്ധ സ്റ്റീഫനും സഹവിശുദ്ധരും 714-715 കാലയളവിൽ കോൺസ്റ്റന്റിനോപ്പിളിലാണ് സ്റ്റീഫൻ ജനിച്ചത്. വിശുദ്ധ ഓക്സെൻട്രിയൂസ് പർവ്വതത്തിലെ ഒരു ആശ്രമ സന്യാസിയായിരുന്നു സ്റ്റീഫൻ. ബൈസെൻട്രിയൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ അഞ്ചാമന്റെ കീഴിൽ മതപീഡനവും ക്രിസ്തീയ രൂപങ്ങളും നശിപ്പിക്കലും തിരികെ കൊണ്ടുവന്നപ്പോൾ കോൺസ്റ്റന്റിനോപ്പിളിലെ ദേവാലയങ്ങൾ ആദരിച്ചു വരുന്ന മതരൂപങ്ങളും മറ്റ് സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു സ്റ്റീഫൻ ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്യലിനായി ചക്രവർത്തി മുമ്പാകെ സ്റ്റീഫനെ ഹാജരാക്കിയപ്പോൾ സ്റ്റീഫൻ ഒരു നാണയമെടുത്ത് രാജകീയ മുദ്ര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചക്രവർത്തിയോട് ചോദിച്ചു, ഇതിനെ അപമാനിക്കുന്നത് തെറ്റാണെങ്കിൽ ക്രിസ്തുവിന്റെയും മാതാവിന്റെയും രൂപങ്ങൾ ചിത്രങ്ങളും നശിപ്പിക്കുന്നതും കത്തിച്ചു കളയുന്നതും ചെയ്യുന്നത് അങ്ങ് എത്രയോ വലിയ ശിക്ഷാവിധിക്ക് അർഹനാണ്. അദ്ദേഹം ആ നാണയം നിലത്തെറിയുകയും അത് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ ചക്രവർത്തി സ്റ്റീഫനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ ഉത്തരവിട്ടു. ഏതാണ്ട് 300ഓളം സന്യാസിമാരെ അദ്ദേഹത്തിനോടൊപ്പം 11 മാസത്തോളം തടവറയിൽ കഴിഞ്ഞു. അവർ ഒരുമിച്ച് ആശ്രമത്തിന് സമാനമായ ഒരു ജീവിതമാണ് തടവറയിൽ നയിച്ചിരുന്നത്. വിശുദ്ധ സ്റ്റീഫൻ തന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിന്നു. തൽഫലമായി അവസാനം അവർ അദ്ദേഹത്തെ വധിച്ചു. SS ബേസിൽ, പീറ്റർ, ആൻഡ്രൂ എന്നിവരുൾപ്പെടെ 300ഓളം സന്യാസിമാർക്കൊപ്പം വിശുദ്ധ സ്റ്റീഫനും തന്റെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു.